പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാഖ്വീൽ എന്ന പരമ്പരയിൽ നിർണായകമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കുത്തേറ്റ് ചന്ദ്രൻ താഴെ വീഴുന്നത് ആസ്വദിച്ച് നിൽക്കുന്ന നന്ദു തനിക്ക് ചന്ദ്രൻ മരിക്കുന്നത് നേരിട്ട് കാണണം എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് മാനസി കടന്നു വരികയും ചന്ദ്രനെ കണ്ട് ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. ഇതേ സമയം തുളസി നന്ദുവിനോട് പോകാനുള്ള നിർദ്ദേശം നൽകുകയും വീട്ടിലേക്ക് കയറിപ്പോയ അമ്മയോട് ഉണ്ടായ സംഭവങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നു. തന്നെ ഉപദ്രവിക്കുന്നതിനായി ചന്ദ്രൻ ശ്രമിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് എന്നുള്ള കാര്യം തുളസി പറയുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയുന്നത് മാനസിയെ ഞെട്ടിക്കുന്നു. എന്നാൽ മാനസി ഉടൻ തന്നെ ചന്ദ്രന്റെ അച്ഛനെ ഫോൺ ചെയ്യുകയും ഉണ്ടായ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് മേലേപ്പാട്ടേക്ക് ഉടൻ തന്നെ ചന്ദ്രന്റെ അച്ഛൻ കൂട്ടാളികളെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് യാത്ര തിരിക്കുന്നു. ഇതേ തുടർന്ന് അവിടെ എത്തുന്ന ചന്ദ്രന്റെ അച്ഛൻ ഉടൻ തന്നെ ചന്ദ്രനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുകയും നന്ദുവിനെ കണ്ടെത്തി തന്റെ മുൻപിൽ എത്തിക്കണമെന്ന് തന്റെ കൂട്ടാളികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ചന്ദ്രനെ പരിശോധിക്കുന്ന ഡോക്ടർമാർ രക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറയുകയും എന്തായാലും കഴിയാവുന്നതിന്റെ പരമാവധി ശ്രമിക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ നന്ദുവാണ് തന്നോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം ചന്ദ്രൻ അച്ഛനോട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്നത് ചന്ദ്രന്റെ അച്ഛനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. എന്നാൽ ഇതേ സമയം നന്ദു ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയും ഉണ്ടായ സംഭവങ്ങളെ പറ്റി വ്യക്തമാക്കിയതിനു ശേഷം ഇനിയും തനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും താൻ എന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ശ്രീലക്ഷ്മി തന്റെ ആഭരണങ്ങളെല്ലാം ഊരി നന്ദുവിന് നൽകുകയും പോലീസിൽ പിടികൊടുക്കരുത് എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കാര്യങ്ങളിലെല്ലാം ശ്രീലക്ഷ്മി അച്ഛനോടും അമ്മയോടും തുറന്നു പറയുന്നു. എന്നാൽ ഇതേ സമയം ജയനെ ഫോൺ ചെയ്യുന്ന തുളസി കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയതിനെ തുടർന്ന് ജയൻ ഞെട്ടിപ്പോവുകയും ഉടൻ തന്നെ തുളസിയെ കാണുന്നതിനായി പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ജയൻ പുറത്തേക്ക് പോകുന്നത് കാണാൻ ഇടയാകുന്ന സൈരന്ദ്രി എന്തിനാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അവിടേക്ക് ഭാസ്കരനും കടന്നു വരുന്നു. ഇരുവരോടും നന്ദു ചന്ദ്രനെ കുത്തി എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ജയൻ ഉടൻ തന്നെ മേലേപ്പാട്ടേക്ക് പോവുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഭാസ്കരൻ പോലീസിൽ നന്ദു അകപ്പെടുകയാണ് എങ്കിൽ അവനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും താൻ ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും തുളസിയോട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സഹോദരൻ എന്ന നിലയ്ക്ക് അവൻ ചെയ്തത് ശരിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ മേലേപ്പാട്ടേക്ക് എത്തിയ ജയനെ തുളസി കാണുകയും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന തുളസി എന്തായാലും നന്ദുവിനെ രക്ഷിക്കുന്നതിനായി എന്തെങ്കിലും ചെയ്യണമെന്നും എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെയാണ് താൻ ഇവിടെ ഭയന്നു നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയുന്നത് ജയനെ ഞെട്ടിച്ചതിനെ തുടർന്ന് ജയൻ എന്തായാലും തുളസിയോട് ആശ്വസിക്കാൻ പറയുകയും കാര്യങ്ങളെല്ലാം താൻ അന്വേഷിക്കട്ടെ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.